10 സ്റ്റാർട്ടപ്പ് കമ്പനീസിൽ 9 സ്റ്റാർട്ടപ്പ് കമ്പനീസും അടച്ചുപൂട്ടുന്നതിൻ്റെ റീസൺ എന്തായിരിക്കും? ഒരിക്കലും അതൊരു പ്യുവർ ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ്റ് കൊണ്ടോ അല്ലെങ്കിൽ ഷോർട്ടേജ് ഓഫ് ഫണ്ട് കൊണ്ട് മാത്രം വരുന്നതല്ല. ഇവിടെയാണ് നമ്മൾ മാർക്കറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ആക്ച്വലി എന്താണ് മാർക്കറ്റിംഗ് എന്നുള്ളതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവിടെ നമ്മൾ കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ടും കൂടുതൽ കസ്റ്റമേഴ്സ് നമ്മൾ അറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ് മാർക്കറ്റിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മൾ പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. പേഴ്സണൽ ബ്രാൻഡിങ്ങിലൂടെ റൈറ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ ഈ പേഴ്സണൽ ബ്രാൻഡിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പേഷ്യൻസ് എന്ന് പറയുന്നത്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് മുതൽ തന്നെ നമുക്ക് പ്രോഫിറ്റ് വേണം, ക്യാഷ് ഫ്ലോ വേണം എന്നുള്ളതല്ല. ആക്ച്വലി ഒരു 3 years ഒക്കെ നമ്മളെ സിസ്റ്റം ബിൽഡ് ചെയ്യുന്നതിലേക്ക് ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ നല്ല ടീമിനെ ഡെവലപ്പ് ചെയ്യുക, അതുപോലെ തന്നെ ടീമിന് വേണ്ട ട്രെയിനിങ്, സ്കില്ല്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളതാണ്. ഗുഡ് പീപ്പിൾ മാനേജ്മെൻറ്റിലൂടെയും പേഴ്സണൽ ബ്രാൻഡിങ്ങിലൂടെയൊക്കെ നമുക്ക് നമ്മളെ സ്റ്റാർട്ടപ്പിനെ നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ്.